എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ചധികം പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ലിവർ വരട്ടിയെടുക്കുന്നത്. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക്, മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങൾ, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് നമ്മൾ ഒരു 15 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പച്ചമുളക് എടുക്കണം, ഒരു 20 എണ്ണമൊക്കെ എടുക്കാം. ഇനി നമ്മൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ല കുറച്ചാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അതുപോലെ ഇതിലേക്ക് കൂടുതൽ വേണ്ടത് മല്ലിച്ചപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം കറി ലീഫ് എടുക്കണേ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരാം കേട്ടോ. വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. 6-7 ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പോണ ആയതുകൊണ്ടാണ് നമ്മൾ അത്ര എടുത്തത്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടണ്ട, അങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഈ ചേരുവയുടെ കൂടെ നമ്മൾക്ക് പച്ചമുളക് ചതച്ചെടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതുപോലെ നൈഫ് വെച്ചിട്ട് ഒരു കത്രിക വെച്ചിട്ട് നമ്മൾക്ക് നടുകെ കീറിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം കീറിയിട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് സാധാരണ നമ്മൾ കുക്കറിലല്ലാണ്ട് ചീനച്ചട്ടിയിലോ അങ്ങനെ ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാനാണെങ്കിൽ നമ്മൾക്ക് കുക്കറിലാണ് വേവിക്കുന്നതാണ് കേട്ടോ കൂടുതൽ പെട്ടെന്ന് വെന്ത് കിട്ടുക. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടാതെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് കേട്ടോ. മുളക് പൊടി ആവുമ്പം കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് എരിവേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണേ. ഏറിപ്പോയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മതിയാവും. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും എന്തായാലും ചേർത്ത് കൊടുക്കണേ. കുരുമുളക് പൊടിയാണ് ഇതിൽ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്തിട്ടുള്ള വരട്ടിയതാണിത്. കൂടാതെ തന്നെ നിങ്ങൾ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണേ. എന്നാലാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഉലുവൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ ബെസ്റ്റായിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മിസ്സായി പോവരുത് കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നിങ്ങൾ 2 തണ്ട് കറിവേപ്പിലയും 1 തണ്ട് മല്ലിയിലയും കൂടി മിക്സ് ചെയ്യണേ. ഇനി നമ്മൾക്കൊരു കുക്കർ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലല്ലാതെ നമ്മൾ പാനിലും വേവിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. കുക്കറിൽ വെച്ചത് കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കിടുക്കാച്ചി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കിടുക്കാച്ചി ഐറ്റംസ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആയാലും നല്ല ബെസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ തന്നെ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇനി നമുക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.